ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കുറച്ച് സ്റ്റഡി ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത്. 15 സ്റ്റഡി ടിപ്സും 15 സ്റ്റഡി ടെക്നിക്സും പിന്നെ ഒരു 3 സ്റ്റഡി ഡോംസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ തന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി ഇതേപോലത്തെ കുറേ വീഡിയോകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾ വേഗം തന്നെ ആ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പാണ് പ്രിപ്പയർ എ സ്റ്റഡി ഷെഡ്യൂൾ ഫോർ ഈച്ച് സബ്ജക്ട്സ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മാത്സ് എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ മാത്സ് നമ്മൾ 6 മണിക്കാണ് പഠിക്കാൻ തുടങ്ങുന്നതെങ്കിൽ, മാത്സ് എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ നേരം എടുക്കുന്നതാണ് പഠിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 6 മണി മുതൽ ഒന്നെങ്കിൽ 7 മണി വരെയൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി വെക്കുക. ഇത് ഇപ്പം നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്ന ഈ ഒരു സ്റ്റഡി ഷെഡ്യൂൾ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും മതി. അപ്പോൾ അതേപോലെയാണ് നമ്മൾ സ്റ്റഡി ഷെഡ്യൂൾ ആക്കുന്നത്. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ പ്രയോറിറ്റൈസ് ടാസ്ക്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മളൊരു ടു ഡു ലിസ്റ്റ് ആക്കുക. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് മാത്സ് പഠിക്കണം, സയൻസ് പഠിക്കണം, സോഷ്യൽ പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു ടു ഡു ലിസ്റ്റ് ആക്കുക. നമുക്ക് അന്നത്തെ ദിവസം ചെയ്യേണ്ടതല്ല, അത് നമ്മൾ ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ചെയ്തു വെക്കണം. പിന്നെ നമ്മുടെ ചെയ്യുന്ന അസൈൻമെൻറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്ലാനറിൽ നമ്മളിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്ത് കഴിഞ്ഞു, ഇനി ഇങ്ങനെ ചെയ്യാനുണ്ട് എന്നൊക്കെ നമ്മൾ എഴുതി വയ്ക്കാം. ഇതാണ് പ്രയോറിറ്റൈസ് ടാസ്ക്. അടുത്തതാണ് ഗോൾസ് എന്ന് വെച്ചാൽ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഗോൾസ് അതിനെ നമ്മുടെ പ്ലാനറാക്കാം. നമ്മൾ ഏറ്റവും തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റഡി ടേബിൾ പോലെ സ്റ്റഡി പ്ലാനറാക്കുക. ഏതെങ്കിലും ഒരു പഴയ ബുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അതിനകത്ത് എല്ലാ ദിവസത്തെയും ഡേറ്റ് എഴുതി കൊടുക്കാം. അതിനകത്ത് നമുക്ക് ഇന്ന ദിവസം എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് എഴുതി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റഡി ടിപ്സ് എല്ലാം ഈസി ആയിരിക്കും. അതിനകത്ത് 2 കോളംസ് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ, ഗോൾസും റുട്ടീനുമാണ് നമ്മൾ കൊടുക്കാനുള്ളത്. അതാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് എല്ലാം നമ്മുടെ പണികളെല്ലാം നമുക്ക് തീർക്കാൻ പറ്റും. അതാണ് എൻ്റെ മുന്നിൽ എനിക്ക് കാണുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വേ ആയിട്ട്, പഠിക്കാൻ വേണ്ടി ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വേ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അടുത്ത ടിപ്പാണ് ചൂസ് എ ക്വയറ്റ് പ്ലേസ് ഫോർ സ്റ്റഡി. നമ്മൾ പഠിക്കുന്ന സമയത്ത് അധികം ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ, നമ്മൾ കൂടുതൽ ആൾക്കാരും പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നത് ഡൈനിങ് ടേബിളിലാണ്, മീൻസ് ഹാളിലാണ് ഇരിക്കാറ്. ഹാളിലാണെങ്കിൽ അമ്മയുണ്ടാവും, അച്ഛനുണ്ടാവും, എല്ലാവരും ഉണ്ടായിരുന്നിട്ട് അവിടെ എല്ലാവരും സംസാരിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ ശ്രദ്ധ പഠിക്കുന്നതിലായിരിക്കില്ല, അവർ സംസാരിക്കുന്നതിലായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലത്, ഒന്നെങ്കിൽ നമുക്കൊരു സ്റ്റഡി സ്പേസ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വീടിന് പുറത്തൊരു സിറ്റ് ഔട്ടൊക്കെ ഉണ്ടാവില്ലേ, അവിടെ ഇരുന്ന് പഠിക്കാം. ഡോറ് പൂട്ടിയിട്ട് നമ്മൾ അവിടെ ഇരുന്ന് പഠിക്കാം. അല്ലെങ്കിൽ അവിടെ മുഴുവൻ ഡിസ്ട്രാക്ഷൻസ് ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബെഡ്റൂമിൽ ഇരുന്ന് പഠിച്ചാലും മതി. ഓക്കെ, ബെഡ്റൂമിൽ നിന്ന് പഠിച്ചാലും മതി. നമുക്ക് സ്റ്റഡി ടേബിൾ ഇല്ലെങ്കിൽ നമുക്ക് ബെഡ്റൂമിലൂടെ നടന്ന് പഠിക്കുകയാണെങ്കിലും പറ്റും. അടുത്ത ഈ 5ാമത്തെ 6ാമത്തെ ടിപ്പിനെ കുറിച്ച് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ആയിട്ടുള്ള അവസാനത്തെ നമ്മുടെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എക്സാമിന് കുറച്ച് നേരം മുന്നേ നമ്മൾ ഒന്നുകൂടി എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മൾ വേറെ ആരുടെയെങ്കിലും കയ്യിൽ നമ്മളൊരു പുസ്തകം കൊടുക്കുക. എന്നിട്ട് നമ്മളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമുക്കത്, എന്നിട്ട് തെറ്റിയാൽ അവരോടൊന്ന് ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറയുവാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ആകുമ്പോഴത്തേക്കും അവർക്കും പഠിക്കാൻ പറ്റും, നമുക്കും പഠിക്കാൻ പറ്റും. അതേപോലത്തെ രീതിക്കായിരിക്കും ഈ ഒരു ടിപ്പ്. അതാണ് എനിക്ക് ഈ 2 ടിപ്പിനെ കുറിച്ചും പറയാനുള്ളൂ. ടീച്ച് ദി മെറ്റീരിയൽ എന്ന് വെച്ചാൽ, നമ്മൾ പഠിപ്പിക്കുന്ന പോലെ നമ്മൾ പണ്ട് ചെറുതായിരുന്നപ്പോൾ നമ്മൾ ടീച്ചറും കുട്ടിയും എന്നുള്ള കളിക്കാതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഈ കളിയെ നമ്മൾ കളിച്ചുകൊണ്ട് ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ, അങ്ങനെ വെച്ചാൽ നമുക്ക് പഠിക്കാനുള്ള കാര്യം നമ്മളിപ്പം നമ്മുടെ മിററിൽ നോക്കിയോ, അല്ലെങ്കിൽ നമ്മുടെ പെറ്റിനോടോ, അല്ലെങ്കിൽ ചെടികളോടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബെഡിനകത്ത് കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ നിരത്തി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ബുക്കിനും നമ്മൾ ഓരോ പേര് വെച്ചിട്ട്, ഇപ്പോൾ പൊന്നു എന്നൊരു സാധനത്തിന് പേര് വയ്ക്കുകയാണെങ്കിൽ, പൊന്നു എഴുന്നേക്കൂ, ഈ ചോദ്യത്തിന് ഉത്തരം പറയുമെന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കൊരു ഫണ്ണായിട്ടും തോന്നും. നമ്മൾ അങ്ങനെ മടുക്കത്തുമില്ല. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ കാര്യത്തെക്കുറിച്ച്, നമ്മളെ പഠിപ്പിക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് ഈസി ആയിട്ട്
അത് മനസ്സിലാക്കാനും കൂടെ പറ്റും. നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, നമ്മളും അതിൻ്റെ കൂടെ മനസ്സിലാക്കുകയാണ്, നമുക്കും ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്കും മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ 9ാമത്തെയും 8ാമത്തെ ടിപ്പാണ് യൂസ് നോട്ട് ടേക്കിംഗ് മെത്തേഡ്സും മെമ്മറൈസ് ബൈ മെത്തേഡ്സും. അപ്പോൾ നമുക്ക് നോട്ട് ടേക്കിംഗ് മെത്തേഡ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത് കോണൽ നോട്ട് സിസ്റ്റമാണ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ ഒരു ക്യൂ കോളം ഉണ്ടാവും, നോട്ട് ടേക്കിംഗ് കോളം ഉണ്ടാവും, സമ്മറി ഉണ്ടാവും. ഇതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും എഴുതി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വേഗം എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ഈസി ആയിരിക്കും. പിന്നെ നമുക്ക് മൈൻഡ് മാപ്പ് ചെയ്താൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇത് മൈൻഡിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടി ഈസി ആയിരിക്കും. ഇതേപോലെ ഓരോരോ ബോക്സുകളാക്കിയിട്ട് നമുക്ക് എല്ലാ കാര്യത്തെയും നമുക്ക് വേറിട്ട് എഴുതിയാൽ നമുക്ക് വേഗം വായിച്ചാലും എല്ലാം മനസ്സിലാവും. ഇതേപോലെ നമുക്ക് ഡെക്കറേറ്റീവ് ആണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാൻ ഈസി ആയിരിക്കും. ഇതാണ് ഈ ടിപ്പ് എന്ന് വെച്ചാൽ. അടുത്ത ടിപ്സാണ് 10 take breaks, 11 sleep well and 12 stay hydrated and eat healthy. ഈ 3 കാര്യങ്ങൾ നമ്മുടെ പഠിത്തത്തിനല്ല നമ്മുടെ ഹെൽത്തിന് വേണ്ടി ഏറ്റവും നല്ലതായിരിക്കണം. ആദ്യത്തേന്ന് വെച്ചാൽ ടേക്ക് ബ്രേക്സ് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ 2 മണിക്കൂർ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ തീരുമാനിച്ചെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 2 മണിക്കൂറത്തേക്ക് പഠിച്ചാലും നമ്മുടെ തലയിൽ ഒന്നും കയറാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പോമഡോറോ ടെക്നിക്ക് യൂസ് ചെയ്യാം. അത് നമ്മുടെ സ്റ്റഡി ടെക്നിക്കിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റഡി ടെക്നിക്ക് ഞാൻ വിചാരിക്കുന്നത് അടുത്തൊരു പാർട്ടായിട്ട് ഇതിൻ്റെ വേറൊരു പാർട്ടായിട്ട് ഇടാമെന്നാണ്. അപ്പോൾ അടുത്ത പാർട്ടിൽ അതിനെക്കുറിച്ച് അറിയാം. അടുത്തത് എന്ന് വെച്ചാൽ 11 എന്ന് വെച്ചാൽ സ്ലീപ്പ് വെൽ എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഉറങ്ങാമെന്ന് വെച്ചാൽ അത് ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഉറങ്ങാതെ കിടന്ന് പഠിക്കാൻ വേണ്ടിയുള്ള കാര്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ പഠിക്കുന്നെല്ലാം ഓർക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് നമുക്ക് എന്തായാലും കിട്ടണം. നമ്മുടെ ബ്രെയിനിന് റെസ്റ്റ് ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിലോട്ട് നമ്മൾ പഠിക്കുന്ന ഒന്നും കയറാൻ പോകുന്നില്ല. അടുത്തതെന്ന് വെച്ചാൽ സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് ഈറ്റ് ഹെൽത്തി. നമുക്ക് ഈറ്റ് ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, എന്തെങ്കിലും അസുഖം വരുത്തി വെച്ചാൽ പിന്നെ നമുക്ക് എക്സാം എഴുതാൻ തന്നെ പറ്റത്തില്ല. അത് മാത്രമല്ല സ്റ്റേ ഹൈഡ്രേറ്റഡ്. നമുക്ക് മടിയായിട്ട് അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അമ്മമാർ പറയും ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ഇരുന്ന പാടെ വെള്ളം കുടിക്കാൻ വേണ്ടി പോവുകയാണെന്ന്. അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്കൊരു ബോട്ടിൽ നിറച്ച് വെള്ളം നമ്മൾ പഠിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ഡെസ്കിൽ നമ്മൾ കരുതിയിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ പഠിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ആ രീതിക്ക് നമ്മൾ എടുത്തു വയ്ക്കുക. അതാകുമ്പോഴത്തേക്കും നമുക്ക് ദാഹിക്കുന്ന അപ്പം തന്നെ വെള്ളം കുടിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് ശരിയാവത്തില്ല. നമുക്ക് ദാഹിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നമുക്കൊന്നും പഠിക്കാൻ പറ്റാത്ത രീതിയാവും. അപ്പോൾ പഠിക്കേണ്ട സമയത്ത് നമ്മൾ ഒരു വെള്ളം കുപ്പി എന്തായാലും നമ്മുടെ അടുത്തുണ്ടായിരിക്കണം. പിന്നെ നമുക്ക് വിശക്കുമ്പോൾ എന്തെങ്കിലും തിന്നാൻ വേണ്ടി എന്തെങ്കിലും സ്നാക്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് കരുതി വയ്ക്കണം. അടുത്ത നമ്മുടെ 13ാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ റെഡ്യൂസ് ഡിസ്ട്രാക്ഷൻസ്. നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഹോളിൽ പോയിരുന്ന് പഠിക്കുക. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ്. ആ സമയത്ത് ആരുടെയെങ്കിലും മൊബൈൽ റിങ് ആണെങ്കിൽ ആ മൊബൈലിൻ്റെ ഉടമസ്ഥൻ എത്തുന്നതിന് മുമ്പേ നമ്മളായിരിക്കും അവിടെ ഏറ്റവും ആദ്യം എത്തുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ മൊബൈലിൻ്റെ റിങ്ങുകളോ അല്ലെങ്കിൽ മൊബൈൽ നമ്മുടെ അടുത്തില്ലാത്ത സ്ഥലത്ത് തന്നെ മൊബൈലിൻ്റെ 7 അയലക്കത്ത് പോലും നമ്മൾ നിൽക്കാൻ പാടില്ല. അവിടെ നിന്ന് ദൂരെ തന്നെ പോയി നിൽക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ പഠിത്തത്തിൻ്റെ ഡിസ്ട്രാക്ഷൻ നന്നായിട്ട് അവിടെ തന്നെ നടക്കും. അപ്പോൾ ഡിസ്ട്രാക്റ്റ് ആവാതിരിക്കാൻ വേണ്ടി മൊബൈലിൻ്റെ കുറേ ദൂരെ പോയിരിക്കുക, മൊബൈലിൻ്റെ സൗണ്ടൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മൊബൈൽ ഉണ്ടെങ്കിൽ അപ്പോൾ മൊബൈൽ അടുത്ത് തന്നെ വെക്കണം എന്ന് നിങ്ങൾക്ക് വലിയ ആഗ്രഹമായിരിക്കും, എന്നാൽ സൈലൻ്റ് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ മൊബൈൽ വല്ല പെട്ടിക്കകത്തും കൊണ്ടുപോയി വയ്ക്കുക. അതായിരിക്കും ഏറ്റവും നല്ല ടിപ്പ് നമ്മൾ ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടി. നമ്മുടെ അടുത്ത ടിപ്പാണ് ചേഞ്ച് യുവർ സ്റ്റഡി സ്റ്റൈൽ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എല്ലാവരും വായിച്ചാണ് പഠിക്കാറ്. അപ്പോൾ ഈ വായിച്ച് പഠിക്കുന്നതിന് പകരം തന്നെ നമുക്കിപ്പോൾ യൂട്യൂബിലൊക്കെ നമുക്ക് കുറേ ഓൺലൈൻ ക്ലാസ്സസ് എല്ലാം കിട്ടും. അല്ലാതെ തന്നെ നമുക്ക് കുറേ ഇപ്പം ഞാൻ നേരത്തെ ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാവും. അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ പഠിച്ച് നോക്കുക. യൂട്യൂബിൽ നമുക്ക് ഇപ്പോൾ കുറേ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. അതേപോലത്തേക്ക് ക്ലാസ്സസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആവാൻ സാധ്യതയുണ്ട് നമ്മൾ വായിച്ച് പഠിക്കുന്നതിനേക്കാളും. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടിയുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. ഞാൻ പരീക്ഷകൾ ഇപ്പോൾ കൂടുതലും ഞാൻ ഇതേപോലത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടാണ് ഞാൻ പോയി എഴുതാറ്. എനിക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്.
15ാമത്തെ ടിപ്പാണ് അണ്ടർസ്റ്റാൻഡ് യുവർ ലേണിംഗ് സ്റ്റൈൽ. അങ്ങനെ വെച്ചാൽ ചില കാര്യങ്ങൾ ചിലവരെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വീഡിയോൻ്റെ കാര്യം പറഞ്ഞില്ലേ, ചിലവർക്കെന്ന് വെച്ചാൽ അത് കേട്ട് പഠിച്ചാലായിരിക്കും കൂടുതൽ മനസ്സിലാവുക, ചിലവർക്കെന്ന് വെച്ചാൽ അത് കണ്ട് പഠിച്ചാലായിരിക്കും കൂടുതൽ മനസ്സിലാവുക. പക്ഷേ ചിലവർക്കെന്ന് വെച്ചാൽ കിനസ്തെറ്റിക്കായിട്ട് പഠിക്കാൻ വേണ്ടിയായിരിക്കും. അങ്ങനെ കൈനസ്തെറ്റിക് എന്ന് വെച്ചാൽ നമ്മൾ തൊട്ടറിഞ്ഞ് പഠിക്കാം. എല്ലാ കാര്യത്തിനും അങ്ങനെ തൊട്ടറിഞ്ഞ് പഠിക്കാനൊന്നും പറ്റത്തില്ലെങ്കിലും പക്ഷെ എന്നാലും കൂടുതൽ കാര്യങ്ങൾ അവർ തൊട്ടറിഞ്ഞ് പഠിക്കുമ്പോഴായിരിക്കും അവർക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ എങ്ങനത്തെ രീതിക്കാണ്, നമ്മളെങ്ങനെയാണ് ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുക. ഞാനെന്ന് വെച്ചാൽ വിഷ്വലായിട്ട് പഠിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എങ്ങനെയാണ് മനസ്സിലാവുന്നതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 15 ടിപ്സ്. അടുത്ത ബാക്കിയുള്ള നമ്മുടെ 15 ടെക്നിക്സും പിന്നെ നമ്മുടെ 3 ഡോൺസും അത് ഞാൻ നമ്മുടെ ഈ വീഡിയോൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.